മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ കുഞ്ഞുമക്കൾക്ക് സുഖാണോ? എല്ലാവരും സന്തോഷത്തോടുകൂടിയാണോ ഇരിക്കുന്നത്? എന്ത് പറ്റി എല്ലാവരുടെയും മുഖത്തൊരു വാട്ടം? എന്താണ് എല്ലാവർക്കും സങ്കടം? കൂട്ടുകാരെ കാണാത്തതുകൊണ്ടാണോ? പള്ളിയിൽ പോകാൻ പറ്റാത്തതുകൊണ്ടുള്ള വിഷമം ഉണ്ടോ നിങ്ങൾക്ക്? സാരമില്ല കേട്ടോ. ഈ പ്രതിസന്ധി കാലഘട്ടം ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എഴുന്നേറ്റ് നിന്ന് ഈശോയുടെ ഒരു നിമിഷം കൈകൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ടീച്ചർ പറയുന്ന പ്രാർത്ഥന നിങ്ങളെ എഴുതി ചൊല്ലുക. സ്നേഹപിതാവായ ദൈവമേ, നല്ല ഒരു ദിനം കൂടി തന്ന് അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് നന്നായി പഠിക്കാൻ സാധിക്കണമേ. പ്രത്യേകിച്ച് കൊറോണ മൂലം കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അങ്ങേ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവരെ അങ്ങ് അനുഗ്രഹിക്കണമേ. കൊറോണ എന്ന ഈ മഹാമാരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റണമേ. ആമേൻ. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്? 6ാമത്തെ ചാപ്റ്റർ ആയിരുന്നു അല്ലേ? ജീവന്റെ വിലയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കായന്റെയും ആബേലിന്റെയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. പിന്നീട് എന്തായിരുന്നു പഠിച്ചത്? ദൈവം കായനെ ശിക്ഷിക്കുന്നത് പഠിച്ചു അല്ലെ? ശപിക്കുന്നത് എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നീട് എന്തായിരുന്നു പഠിച്ചത്? ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മൾ എങ്ങനെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു എന്നുള്ളതും അതെങ്ങനെ 5ാം പ്രമാണം ലംഘനമാകുന്നു എന്നുള്ള കാര്യങ്ങള് നമ്മൾ പഠിച്ചു. ഇത് മാത്രമാണോ 5ാം പ്രമാണം ലംഘിക്കുന്ന കാര്യങ്ങള്? വേറെ എന്തൊക്കെയുണ്ട്? ഏതൊക്കെയാണെന്ന് നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. ഒന്നാമത്തേത് സ്വഭാവഹത്യ നടത്തുന്നത്. രണ്ടാമത്തേത് അംഗഭംഗം ചെയ്യുന്നത്. 3 ആത്മഹത്യ. 4ാമത്തേത് ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ ചെയ്യുക. 5ാമത്തേത് ദയാവധം ചെയ്യുന്നത്. 6ാമത്തേത് ലഹരി മരുന്ന് അല്ലെങ്കിൽ മദ്യം എന്നിവയുടെ ഉപയോഗം. ഇവയെല്ലാം എന്താണ്? 5ാം പ്രമാണ ലംഘനത്തിന് ഉദാഹരണമാണ്. ഇവ എന്താണെന്ന് നമുക്ക് കൃത്യമായി ഇപ്പോ പഠിക്കാം. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? സ്വഭാവഹത്യ അല്ലേ? എന്താണ് സ്വഭാവഹത്യ? മക്കൾക്കറിയുമോ എന്താണ് സ്വഭാവഹത്യ? ഒരുവന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് അതെന്തായി മാറുന്നത്? സ്വഭാവഹത്യയായി മാറുന്നത്. എങ്ങനെയൊക്കെയാണ് സ്വഭാവഹത്യ 5ാം പ്രമാണ ലംഘനത്തിന് കാരണമാകുന്നത്? എങ്ങനെയൊക്കെയാണ്? നമുക്കറിയാല്ലേ, നമുക്ക് ഫേസ്ബുക്ക്, വാട്സ്ആപ്പ്, യൂട്യൂബ് ഒക്കെ നമുക്ക് സുപരിചിതമാണ് അല്ലെ? ഇതുവഴി നാം എന്താണ് ചെയ്യുന്നത്? ചിലപ്പോഴെന്താ മോശമായി മറ്റുള്ളവരെ ചിത്രീകരിക്കുകയും ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് വഴി നമ്മൾ കമന്റ് ഒക്കെ ഇടാറുണ്ടല്ലേ? അങ്ങനെ മോശമായി നമ്മൾ കമന്റ് ഇടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? 5ാം പ്രമാണം നമ്മൾ ലംഘിക്കുകയാണ്. അതായത് അത് സ്വഭാവഹത്യയായി മാറുന്നു. മനസ്സിലായോ മക്കൾക്ക്? എന്താണ് സ്വഭാവഹത്യ? ഒന്നുകൂടി നമുക്ക് പറഞ്ഞു നോക്കിയാലോ? ഒരുവന്റെ സൽപ്പേര് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്? സ്വഭാവഹത്യ എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമുക്ക് പരിചയപ്പെട്ടാലോ? എന്താണ്? അംഗഭംഗം ചെയ്യുക. എന്താണ് അംഗഭംഗം? അംഗഭംഗം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അറിയുമോ? ജീവൻ നഷ്ടപ്പെടുത്തുന്നത് മാത്രമാണോ 5ാം പ്രമാണ ലംഘനത്തിന് കാരണമാകുന്നത്? അല്ലല്ലേ. മനുഷ്യർ അംഗഭംഗം ചെയ്യുമ്പോഴും കൊല്ലുന്നതിന് തുല്യമായിട്ട് മാറും. എന്താണ് അംഗഭംഗം? നിങ്ങൾ ആരെങ്കിലും അംഗഭംഗം വരുത്തിയിട്ടുണ്ടോ? അറിയില്ലല്ലേ. സഹോദരരോടും കൂട്ടുകാരോടും നിങ്ങൾ വഴക്ക് കൂടാറുണ്ടോ? ഉണ്ടല്ലേ. അവരുടെ ശരീരത്തിൽ നിങ്ങൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ്? 5ാം പ്രമാണ ലംഘനമാണ് അല്ലെ? അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് 5ാം പ്രമാണ ലംഘനത്തിനുള്ള മറ്റൊരു കാര്യമാണ്. അതാണ് ആത്മഹത്യ. നമുക്കറിയാലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആത്മഹത്യയെ കുറിച്ച്? സ്വന്തം ജീവനെ ബോധപൂർവം നശിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആത്മഹത്യ എന്ന് പറയുന്നത്. നമ്മുടെ ജീവനെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ആത്മഹത്യ നമുക്ക് ചെയ്യാവോ? ഇല്ല അല്ലേ. നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കാനല്ലേ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുള്ളത്. ഒരിക്കലും നശിപ്പിക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടില്ല. തനിക്ക് ജീവൻ നൽകിയ ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലേ? നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് എന്ത്? നമ്മുടെ ഉത്തരവാദിത്തം എന്നുള്ളത്. ആത്മഹത്യ മൂലം ശരിക്കും എന്താണ് സംഭവിക്കുന്നത്? നമ്മള് നമ്മുടെ കുടുംബത്തോടും സമൂഹത്തോടുമുള്ള ബന്ധം എന്താണ്?
മനഃപൂർവ്വം നമ്മള് വിച്ഛേദിച്ചു കളയുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം അല്ലെ. അങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ സ്നേഹമുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും നമ്മളെ ഈ പ്രവൃത്തി ചെയ്യില്ല. ഈ പ്രവൃത്തി ചെയ്യാൻ നമ്മള് ഒരിക്കലും മുതിരില്ല. മനസ്സിലായോ? അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാലാമത്തെ കാര്യമാണ്. എന്താണ് നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്? ഭ്രൂണഹത്യ അല്ലേ, അല്ലെങ്കിൽ അബോർഷൻ. എങ്ങനെയാണ് അബോർഷൻ 5-ാം പ്രമാണ ലംഘന പാപമാകുന്നതെന്ന് നമുക്ക് നോക്കാം. ഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ കൊല്ലുന്ന പ്രവൃത്തിയാണ് ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷൻ. നമുക്ക് അറിയാലോ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ആ കാര്യങ്ങളൊക്കെ. മനുഷ്യജീവൻ എന്ന് പറയുന്നത് എന്താണ്? ഗർഭധാരണത്തിൽ തന്നെ നമ്മൾ ആദരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും വേണം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തില് ഇങ്ങനെ പറയുന്നുണ്ട്: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം കൊള്ളുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശദീകരിച്ചു എന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിനാൽ അമ്മയുടെ ഉദരത്തിലുള്ള ശിശുവിനെ നശിപ്പിക്കുന്നത് എന്താണ്? കൊലപാതകമാണ് അല്ലേ. ജീവദാതാവായ ദൈവത്തോടുള്ള വെല്ലുവിളിയും കൂടിയാണ്. ഇങ്ങനെയാണ് 5-ാം പ്രമാണം നമ്മള് ഇവിടെ ലംഘിക്കുന്നത്. മനസ്സിലായോ മക്കൾക്ക് എന്താണ് ഭ്രൂണഹത്യ എന്ന്? ആയല്ലേ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? 5-ാം പ്രമാണം ലംഘിക്കുന്ന കാര്യങ്ങളായിരുന്നല്ലേ പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു നമ്മൾ ഇന്ന്? സ്വഭാവഹത്യയെ കുറിച്ച് പറഞ്ഞു, അംഗഭംഗം വരുത്തുന്നതിനെ കുറിച്ച് പറഞ്ഞു, ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞു, ഭ്രൂണഹത്യയെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്തായിരുന്നു സ്വഭാവഹത്യ? ഒരുവന്റെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? സ്വഭാവഹത്യ സംഭവിക്കുന്നത് അല്ലേ. അംഗഭംഗം വരുത്തുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ പറഞ്ഞല്ലേ, സഹോദരനോടും കൂട്ടുകാരോടും ഒക്കെ നമ്മൾ വഴക്കൂടുമ്പോൾ അത് ശാരീരികമായി നമ്മൾ മുറിവേൽപ്പിച്ചാല് അതെന്താകുന്നു? 5-ാം പ്രമാണ ലംഘനമായി മാറുന്നു. പിന്നീട് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ആത്മഹത്യയെ കുറിച്ച് പറഞ്ഞു അല്ലേ. എന്തൊക്കെയായിരുന്നു ആത്മഹത്യയെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? നമ്മുടെ ജീവനെ പരിപോഷിപ്പിക്കുവാനാണ് അല്ലെ ദൈവം നമുക്ക് അവകാശം നൽകിയിട്ടുള്ളത്. ഒരിക്കലും നശിപ്പിക്കാൻ നമുക്ക് അവകാശം നൽകിയിട്ടില്ല. തനിക്ക് ജീവൻ നൽകിയ ആ ദൈവത്തോട് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ള ഉത്തരവാദിത്തമാണ് അല്ലേ നമ്മൾക്കുള്ളത്. ആത്മഹത്യ മൂലം നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു? നമ്മുടെ ബന്ധുക്കളോടും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തോടും എന്താണ്, ആ സമൂഹത്തിൽ നിന്നും നമ്മൾ നമ്മുടെ ബന്ധം വിച്ഛേദിക്കുകയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു അല്ലേ. പിന്നീട് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? ഭ്രൂണഹത്യ അല്ലെങ്കിൽ അബോർഷനെ കുറിച്ച് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞിരുന്നു? ഗർഭത്തിലായിരിക്കുന്ന ശിശുവിനെ കൊല്ലുന്ന പ്രവൃത്തിയാണ് ഭ്രൂണഹത്യ എന്ന് പറഞ്ഞു. പിന്നീട് എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മനുഷ്യജീവൻ ഗർഭധാരണത്തിൽ തന്നെ നമ്മൾ ആദരിക്കുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യണമെന്നും പറഞ്ഞു അല്ലേ. പിന്നീട് നമ്മൾ ജെറമ്യാ പ്രവാചകന്റെ ഒരു വചനവും പഠിച്ചു. ഇത്തരം കാര്യങ്ങൾ മക്കൾക്ക് മനസ്സിലായോ? മിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്താലോ? അതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ അയച്ചു കൊടുത്തായിരുന്നു സാറിന്. 2 ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ 2 ചോദ്യോത്തരങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഒരു ആക്ടിവിറ്റിയും കൂടെ ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും അയച്ചു കൊടുത്തോ? അയച്ചു കൊടുത്തല്ലേ, മിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ആക്ടിവിറ്റി ചെയ്താലോ? പറയട്ടെ ടീച്ചർ. ഇന്നത്തെ ആക്ടിവിറ്റി മനുഷ്യജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങളുടെ വാർത്തകളും ചിത്രങ്ങളും നിങ്ങൾ ശേഖരിച്ച് ഒരു കൊളാഷ് നിർമ്മിക്കുക. എന്നിട്ട് നിങ്ങൾ ടീച്ചറിന് അയച്ചു കൊടുക്കുക. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ വർക്ക്. എല്ലാരും ചെയ്യുമല്ലോ ഇന്നത്തെ വർക്ക്? മിടുക്കന്മാരാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശ്വരനോട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, അങ്ങ് നൽകിയ പ്രമാണങ്ങളുടെ വില അനുസരിച്ച് അവ മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ വേണ്ട കൃപാവരം ഞങ്ങൾക്ക് തന്നരണമേ. ആമേൻ.